2011-12 മാസം 2012 പ്രൈവറ്റ് വണ്ടി. 2016 ഡിസംബർ വണ്ടിയാണ്. വണ്ടി ഓടിയിട്ടില്ല. നോക്കിയാണ് വേണ്ട. അത് സനു അതൊന്ന് തുറന്നാട്ടെ. ഞാനിപ്പോൾ ഇത് പറയുമ്പം നമ്മളോട് പറയും ഇത് തള്ളാം, പിന്നെ അതെടുത്ത് മാറ്റി വെച്ച് ഞാൻ ഇത് നോക്കിയാട്ടെ. 5619 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സനു. പറഞ്ഞു മനസ്സിലായി. ചുമ്മാ എടുത്തോണ്ട് അങ്ങ് ഓടിയാൽ മാത്രം അത്യാവശ്യം തുടങ്ങിയ കാര്യങ്ങളെ എല്ലാം ഉണ്ട്, കേട്ടിട്ടുണ്ട്. നല്ല ക്ലീൻ വണ്ടി. 85 രൂപയ്ക്ക് 85,000 രൂപയ്ക്ക് 5 വർഷം പേപ്പർ. 2012 ഓഗസ്റ്റ് മാസം വണ്ടി. ഓണർഷിപ്പ് എത്രയാ? ഒറ്റ ഓണർഷിപ്പ് വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിംഗിൾ ഓണേഴ്സ് വണ്ടിയാണ്. അതെ. പിന്നെ ഇനിയും കിടക്കുന്നത് ഇതും ആ ഫ്രണ്ടിൽ കിടക്കുന്ന ജീപ്പ്. ഇതാണിപ്പോൾ മൊത്തം പണിഞ്ഞ് കിടക്കുകയാണ്. നോക്കിയാണ്. ഫസ്റ്റ് ഓണർഷിപ്പ് 1999 ഡിസംബർ വണ്ടി. ഒറ്റ ഓണർഷിപ്പ് വണ്ടി, ഒറ്റ കൈ കിടന്ന വണ്ടി. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് മാവേലിക്കര ഭാഗത്താണ്. അതായത് ഓട്ടോറിക്ഷ നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാൻ കൊള്ളാവുന്നതും ഓണം പ്രമാണിച്ച് എടുക്കാൻ കൊള്ളാവുന്നതുമായ ഈ ഒട്ടനവധി ഓട്ടോറിക്ഷയും 1-2 ജീപ്പൊക്കെ കിടക്കുന്ന ഒരു ഷോപ്പാണ്. നമ്മൾ ഇതിന് മുമ്പും വന്നിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ കടയിൽ. മാവേലിക്കര മാങ്ങാങ്കുഴി എന്ന് പറയുന്ന ഭാഗത്തായിട്ടാണ് ഈ ഷോപ്പുള്ളത്. കറക്റ്റ് പറയുകയാണെങ്കിൽ മാവേലിക്കര കൃഷിത്തോട്ടം, ജില്ലാ കൃഷിത്തോട്ടത്തിൻ്റെ ഓഫീസ് എവിടെയാൻ തിരക്കി കഴിഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഷോപ്പ് തന്നെയാണ്. 30,000 രൂപ തൊട്ട് മുകളിലോട്ട് നോക്കുന്ന എല്ലാത്തരം സാധാരണക്കാർക്കും എടുക്കാവുന്ന ഓട്ടോറിക്ഷകൾ കിടക്കുന്ന ഒരു ഷോപ്പാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഒരു വീഡിയോ ചെയ്തിട്ട് ഏകദേശം 5 മാസം കൊണ്ടായി. കാരണം വണ്ടിയില്ല, വണ്ടി അത്രയും ബൾക്കായിട്ട് കയറ്റിയിട്ടിട്ടേ കാരണം വീഡിയോ ചെയ്യത്തുള്ളൂ എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി പറയുന്നതുകൊണ്ട് നമുക്കങ്ങനെ വീഡിയോ കിട്ടിയിട്ടില്ല. അപ്പം നമ്മൾ രണ്ടാമത്തെ വീഡിയോ ആയിട്ട് ഇവിടെ വന്നതാണ്. അപ്പോൾ ഓണം പ്രമാണിച്ച് ഒരുപാട് വണ്ടികൾ എടുത്തിട്ടുണ്ട്. അപ്പം എല്ലാത്തരം ആൾക്കാർക്കും ഉപകാരപ്പെടുന്ന, ഓട്ടോറിക്ഷ എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാത്തരം ആൾക്കാർക്കും ഉപകാരപ്പെടുന്ന ഒരു നല്ല വീഡിയോ ആയിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. ഇതിലെല്ലാം ഉപരി അമൽ ഓട്ടോ ലാൻഡ് എന്ന് പറയുന്ന ചാനൽ വഴിയാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിലെ നല്ല നല്ല കമൻസുകൾ ഇടുന്നവരെ നോക്കി ഒരു ഗീവവേ വരെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഒരു ഗീവവേ വരെ കൊടുക്കാനുള്ള പരിപാടികൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പറയുന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരുന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏത് ഭാഗ്യവാനാണോ ആ ഭാഗ്യവാൻ നല്ലൊരു ഓട്ടോറിക്ഷ കൊണ്ടുപോകാവുന്നതാണ്. അപ്പോൾ നമുക്ക് വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. അപ്പോൾ വിജയണ്ണ നമസ്കാരം. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? ദൈവം തമ്പുരാൻ്റെ കൃപ കൊണ്ട് കുഴപ്പമില്ല പോകുന്നു. പുതിയ ചാനലൊക്കെ തുടങ്ങിയെന്ന് കേട്ടു. പുതിയ ചാനൽ അങ്ങനെ പരിപാടി ഞാൻ തുടക്കം പറഞ്ഞു, എന്നിരുന്നാൽ കൂടി ഒന്നുകൂടി പറഞ്ഞു ഏത് ചാനലാണ് എന്നൊക്കെ ഒന്നുകൂടി പറഞ്ഞു. അതെ, അത് പറയാം. അതായത് ഈ 10, 15, 20 ദിവസം കൂടുമ്പം പിന്നെ മോളും മോനും ഉണ്ട്. അപ്പം പിന്നെ അവർ വന്നും വെച്ച് എൻ്റെ മോളാണ് ഒരു അമൽ ഓട്ടോ ലാൻഡ് എന്ന് പറഞ്ഞ് ഒരു വീഡിയോ എടുത്ത് യൂട്യൂബിൽ ചാനൽ പോലെ ഇട്ട് അമൽ ഓട്ടോ ലാൻഡ് എന്നാണ്. അപ്പോൾ ആ അമൽ ഓട്ടോ ലാൻഡിനകത്തിൽ ആര് പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവരുടെ പിന്നെ ഫോൺ നമ്പരൂടെ ഒന്ന് ലിങ്ക് ചെയ്ത് അവരുടെ പേരൂടെ ഒന്ന് ഇട്ട് തരിക. അപ്പോൾ നമ്മളൊരു സാധാരണക്കാരനാണ്. അപ്പം ഞാനൊരു കൂലിപ്പണിക്കാരൻ്റെ മകനുമായിരുന്നു. അപ്പം അതിന് നമ്മുടെ ജീവിതം അന്ന് സ്റ്റാർട്ടിങ് പിന്നെ ഒരു ഓട്ടോറിക്ഷയിൽ നിന്നുമാണ്. അപ്പം ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഒരു കുടുംബത്തിന്, ഏതെങ്കിലും ഒരു കുടുംബത്തിന് ഒരു ഓട്ടോറിക്ഷ നൽകി ഒരു കുടുംബത്തിനൊരു അത്താണിയാകണമെന്ന് ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുന്നു. അപ്പോൾ അത് എൻ്റെ ഈ അമൽ ഓട്ടോ ലാൻഡ് എന്നുള്ള ഈ യൂട്യൂബിലെ ചാനൽ അടിച്ചിട്ട് അതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ അവരുടെ ഫോൺ നമ്പരും അവരുടെ പേരും ഒന്ന് മെൻഷൻ ചെയ്ത് തരിക. അപ്പോൾ അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്ത് ആ ഒരാൾക്ക് ഒരു ഓട്ടോറിക്ഷ, ഒരു പെട്രോൾ ഓട്ടോറിക്ഷയാണ് ഈ വർഷം ഞാൻ കൊടുക്കുന്നത്. 2015 മോഡൽ, ഒരു 10 മോഡൽ 11 രജിസ്ട്രേഷൻ ഒരു വണ്ടിയാണ്. ഒരു വർഷം പേപ്പർ ഭാഗത്തോടു കൂടിയുള്ള ഒരു വാഹനം കൊടുക്കണം എന്ന് ഞാൻ മനസ്സിലാഗ്രഹിക്കുന്നു. അത് അത്തത്തിൻ്റെ അന്ന് ഞാൻ കൊടുക്കും. അപ്പോൾ എന്നെ സ്നേഹിക്കുന്നവരും സനൂപിനെ സ്നേഹിക്കുന്നവരും നമ്മളെ കൂടെയൊക്കെ ഒന്ന് നമ്മുടെ ചാനലിലൂടെ നോക്കുക, കാണുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ കൂടെ ഒന്ന് രക്ഷിച്ചു വിടുക. ഓക്കെ. അപ്പോൾ നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ബീച്ചേട്ടൻ. നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് അമൽ ഓട്ടോ ലാൻഡ്സ്. അപ്പോൾ പറഞ്ഞു വന്നത്, പിന്നെ ആദ്യം നമ്മളങ്ങ് വലിയതിൽ നിന്ന് തുടങ്ങുന്നില്ല, ഒരു ചെറുത് സാധാരണക്കാരിൽ നിന്നാണ് ഞാനും വന്നത്. അപ്പോൾ ഒരു സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ വാഹനത്തിൽ നിന്ന് സ്റ്റാർട്ടിങ് തുടങ്ങുകയാണ്. 2009 ഡിസംബർ വണ്ടി, 2010 രജിസ്ട്രേഷൻ, പെട്രോൾ വണ്ടിയാണ്. ഇതിങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഭംഗി തോന്നണ്ട. ഇത് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് 30,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. ഈ വാഹനം ഒരു 30,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും.
അങ്ങ് ആക്രി വണ്ടിയോ കണ്ടം വണ്ടിയോ ഒന്നുമല്ല, നല്ല ക്ലീൻ വണ്ടി. വേണ്ട, എൻ്റെ പാച്ച് വർക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു, അത് ഞാൻ ചെയ്യിച്ചുകൊണ്ട് വന്നു. വേണ്ട സനു, അത് കണ്ടാട്ടെ. ഇനി ഇത് സർവീസ് ചെയ്യും. സർവീസ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് 1 വർഷത്തെ പേപ്പറാക്കി, പഴവണ്ടി ആയതുകൊണ്ട് ഓരോ വർഷമാണല്ലോ കിട്ടുന്നത്, ഇയർലിയാണ് കിട്ടുന്നത്. 1 വർഷത്തെ പേപ്പറാക്കി ഇത് ഏതെങ്കിലും ഒരു സാധാരണക്കാരന് കൊടുക്കാൻ പറ്റും 30,000 രൂപയ്ക്ക്. ഓക്കെ, ഇതിനൊന്നും ലോണൊന്നും കിട്ടത്തില്ല? ഒന്നും കിട്ടത്തില്ല. അത് ഞാനിപ്പോൾ പറയും. വീഡിയോ ലൈവ് ആണല്ലോ. അപ്പോൾ ഇതിനകത്ത് പറയാം, ഈ 2012 വണ്ടിക്കും 13 വണ്ടിക്ക് 14 വണ്ടിക്ക് ഒക്കെ ലോൺ കിട്ടും എന്ന് പറയുന്നുണ്ട്. എനിക്കറിയത്തില്ല, ഞാനിവിടെ ചെയ്യുന്നുമില്ല. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടും എന്നെ സ്നേഹിക്കുന്നവരോടും എന്നെ വെറുക്കുന്നവരോടുമായിട്ട് ഞാൻ പറയുകയാണ്, ഞാനിവിടെ ലോണൊന്നും ചെയ്യുന്നില്ല. ഈ ലോൺ ചെയ്യുന്ന ആരാണ്? 12 വണ്ടിക്ക് 13 വണ്ടിക്ക് 14 വണ്ടിക്കൊക്കെ ചെയ്യുന്നെന്ന് പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ആ കേട്ടറിവ് മാത്രമേ എനിക്കുള്ളൂ, അതാരാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇവിടെ എത്ര വർഷം തൊട്ടുള്ളതാ ലോൺ കിട്ടും? അല്ല, ഇവിടെ ഞാൻ ലോൺ ചെയ്യുന്നില്ല സനൂപ്. എനിക്കിവിടെ റെഡി ക്യാഷിൻ്റെ കച്ചവടമാണ്. പിന്നെ എടുത്തുകൊണ്ട് പോയി ഇവിടെ കിടപ്പുണ്ട് 18 വണ്ടി 19 വണ്ടി 20 വണ്ടി 21 വണ്ടി 22 വണ്ടിയൊക്കെ കിടപ്പുണ്ട്. ഈ വാഹനത്തിനൊക്കെ ലോൺ കിട്ടുന്ന വണ്ടികളാണ്. പക്ഷേ അത് ഞാനല്ല ചെയ്യുന്നത്. പറഞ്ഞ മനസ്സിലായോ? നമ്മൾ ഇനി വിളിച്ചിടപെടുത്തി കൊടുക്കണമെങ്കിൽ മാവേലിക്കര താലൂക്കിൽ ഞാൻ മാവേലിക്കര താലൂക്കിലുള്ള ഒരാൾക്ക് മാത്രമേ ചെയ്തു കൊടുക്കാനും പറ്റത്തുള്ളൂ. പറഞ്ഞ സനുവിന് മനസ്സിലായി. അതായത് ഇപ്പോൾ കാസർഗോഡ് നിന്നോ, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് മലപ്പുറം. അപ്പോൾ ഈ മലപ്പുറത്ത് എനിക്കിവിടെ നിന്നുകൊണ്ട് മലപ്പുറത്ത് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ കാര്യം. ഇപ്പോൾ ഉദാഹരണത്തിന് ആലുവയെന്ന് വിളിക്കുന്നു, എനിക്ക് ആലുവ ചെയ്യാൻ പറ്റാത്ത കാര്യം ഞാൻ കയറി പറ്റുമെന്ന് പറഞ്ഞ് ഒരു മനുഷ്യനെ വഞ്ചിക്കാൻ എനിക്ക് പറ്റത്തില്ലെന്നുള്ള കാര്യം പറ്റത്തില്ലെന്ന് തന്നെ തുറന്നു പറയും. റെഡി ക്യാഷുമായിട്ട് വരണം. അവിടെ കൊണ്ടുപോയി അവരുടെ പേരിലായതിനു ശേഷം അവർക്ക് ലോൺ എടുക്കാം, ലോൺ കിട്ടും. ഓക്കെ. പിന്നെ ഇപ്പോൾ അതാണ്ട് ഒരു 5 വണ്ടി ഫിനാൻസ് പ്രോബ്ലത്തിൽ കിടന്ന് ഒരു 5 വണ്ടി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കാണുന്നുണ്ട്, പലരും പറയും പിന്നെ ഇത്രയും മോഡൽ വണ്ടി ഇത്രയും ഓടിയിട്ടുള്ളൂ. ഇത് ഓടിയിട്ടില്ല, CC അടയ്ക്കാതെ 2016 ഡിസംബർ വണ്ടിയാണ്. ഈ വണ്ടി ഓടിയിട്ടില്ല. നോക്കിയാട്ടെ വേണ്ട, അത് സനു അതൊന്ന് തുറന്നാട്ടെ. ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ നമ്മളോട് പറയും ഇത് തള്ള, പിന്നെ അതെടുത്ത് മാറ്റി വെച്ചിട്ട് ഞാൻ ഇത് നോക്കിയാട്ടെ. 5619 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സനുവ്, അത്ര ഓടിയിട്ടുള്ളൂ. അല്ല ഇത് മാറ്റി വെച്ചതോ മറ്റൊന്നുമല്ല, CC പ്രോബ്ലത്തിൽ. പറഞ്ഞു മനസ്സിലായി, പെൻഡിങ് ആയി ഇരിക്കുന്നു. ഇത് നമ്മൾ ഇതിൻ്റെ പേപ്പർ ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് ഹൈപ്പോത്തിക്കേഷൻ മേടിച്ച് ഞാൻ പേപ്പർ ഭാഗം എല്ലാം മേടിച്ച് വെച്ചിരിക്കുകയാണ്. ഞാൻ ഇനി ഇത് പെയിൻ്റ് അടിച്ച് ഇതിന് ഇച്ചിരി പാച്ച് വർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഉണ്ടോ? ഇത് അതുലിൻ്റെ ഹൈടെക് എന്ന് പറയും. ഇത് ഒരു പാഴ്സൽ സർവീസോ ഒരു മിൽമയുടെ സർവീസോ ഒക്കെ നടത്തുന്നവർക്ക് ഇത് വളരെ ഉത്തമമാണ്. അങ്ങനെയുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യുക. വേണ്ട സനൂപ് ഇതൊന്ന് കാണിച്ചേട്ടെ. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കുക, വീഡിയോ ഒന്നും ഇതാക്കുന്നുമില്ല. വേണ്ട നോക്കിയാട്ടെ സനൂപ്, നോക്കിയാട്ടെ. കണ്ടോ, തുരുമ്പോ കാര്യങ്ങളോ ഒന്നും അല്ല. വേണ്ട തകിടയൊക്കെ ലോഡ് കയറിയോ ഇതൊന്നും അല്ല, തകിട തടിച്ചിട്ടുമില്ല. പറഞ്ഞ മനസ്സിലായി, ക്ലീൻ വണ്ടിയാണ്. ഇത് അതുകൂട്ട് 2017 വണ്ടി. ആ 5 വണ്ടിക്കകത്തിലെ 2 എണ്ണം ഞാൻ പണിയിച്ച് കൊണ്ടുവന്നു. ഇതിന് വേലിയൊന്നും ഇല്ലായിരുന്നു, തകിടില്ലായിരുന്നു. വേലിയും തകിടും ഒക്കെ അടുപ്പിച്ച് ക്ലിയറാക്കി ഞാൻ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. ഇപ്പം ഇങ്ങനെ കണ്ട് ഇതിനകത്ത് അങ്ങനെ കിടക്കുന്ന ആക്രി വണ്ടി എന്നൊന്നും കേട്ട് കമൻ്റ് ഇട്ട് കളയല്ലേ. കാരണം ഇതിൻ്റെ പരിപാടികൾ തുടങ്ങിയിട്ടില്ല. പെയിൻ്റ് അടിക്കുന്നിടത്തും മറ്റെടുത്തും എല്ലായിടത്തും തിരക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ടയർ ഭാഗങ്ങളെല്ലാം പുത്തൻ ടയറിടും. ഇപ്പം കിടക്കുന്ന കണ്ടീഷൻ അവരെ ഈ വണ്ടി മാത്രം കാണിച്ചാൽ മതി. കാരണം ഇതെല്ലാം പുത്തൻ ടയറിടും. പുത്തൻ ടയറിട്ട് നല്ല ക്ലീനാക്കി ഒക്കെ കൊടുത്ത് വിടത്തുള്ളൂ. നല്ല ക്ലീനാക്കി കൊടുത്ത് വിടാൻ പറ്റത്തുള്ളൂ. 18,328 കിലോമീറ്റർ. കണ്ടോ നോക്കിയാട്ടെ, 18,328. കണ്ടല്ലോ, അത് 2 എണ്ണം പണി കഴിഞ്ഞ് വന്നു. 2 എണ്ണം പണി കഴിഞ്ഞ് വന്നു. 2 എണ്ണം പണിഞ്ഞ് വൃത്തിയാക്കി കൊടുക്കും. പണിഞ്ഞ് വൃത്തിയാക്കി. ഇതിപ്പോൾ നമ്മുടെ പിന്നെ ഓണം പ്രമാണിച്ചുള്ള ഒരു വീഡിയോ ആണല്ലോ. അത്തത്തിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇപ്പോൾ നമ്മൾ ഗീവ് അവേ കൊടുക്കാൻ പോകുന്ന വാഹനവും നമ്മളിപ്പോൾ കാണിക്കുന്നുണ്ട്. പറഞ്ഞ മനസ്സിലായില്ല, അത് കാണിച്ചു തരാം. ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഈ പെട്ടിവണ്ടി ഗുഡ്സ് ഉണ്ടോ ബീച്ചേട്ടാന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ ആ കാണിച്ചത്. ഇനി അടുത്ത് 2010 ഡിസംബർ വണ്ടി, 1 വർഷം പേപ്പറായിട്ട് കിടക്കുന്നു. ഇത് നല്ല ടയറും കാര്യങ്ങളൊക്കെ 1 വർഷം ടെസ്റ്റാ. ഇതുകൂട്ട് നമ്മൾ ക്ലീൻ ആക്കി ടയർ ഭാഗങ്ങളെല്ലാം ചെയ്ത് ടെസ്റ്റ് ആക്കിയിട്ടേ കൊടുക്കത്തുള്ളൂ. വേണ്ടേ, വരുവാ ചേട്ടാ വരുവാ. നമ്മുടെ അടുത്ത് ഇന്ന് വന്നേ, ഇന്ന് നമ്മുടെ അടുക്കൊന്നൊരു വാഹനം എടുത്തിട്ട് അവർ ആ വാഹനം കൊണ്ടുപോകാനായിട്ട് നിൽക്കുന്നു. കുഴപ്പമില്ലാതെ കിടക്കുന്നു. പെയിന്റും കാര്യങ്ങളൊക്കെ എല്ലാം ടെസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. 1 വർഷം പേപ്പർ. ഒരു 70 രൂപയ്ക്ക് കൊടുക്കാം സനുവേ. 70 രൂപയ്ക്ക് കൊടുക്കാം. ഒരു 70,000 രൂപയ്ക്ക് കൊടുക്കാം. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി ഒരു 70 രൂപയ്ക്ക് കൊടുക്കാം. പിന്നെ വീഡിയോയുടെ ചേച്ചി വന്നാട്ടെ. വേണ്ടേ 3 വെട്ടം വേണ്ട സനൂപേ, ഒരു ഫാമിലിയാണ്. വന്നാട്ടെ ചേട്ടാ,
വന്നാട്ടെ അതൊന്നും കുഴപ്പമില്ല ചേച്ചി, എൻ്റെ മോളും ഉണ്ട്, വന്നാട്ടെ. വേണ്ടേ? പിന്നെ അണ്ണനെ 3 പ്രാവശ്യം ഇവിടെ എന്നെ തിരക്കി വന്നു, 3 പ്രാവശ്യം എന്നെ കാണാൻ പറ്റിയില്ല. അതിനിന്ന് എന്നെ വിളിക്കാൻ പറ്റിയില്ലെന്ന്, ഞാൻ വിളിച്ചിട്ടെടുത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് ഈ ഫോൺ വിളിക്കുന്നുണ്ടെ എടുക്കാത്തതിനകത്ത് പരിഭവം പറയില്ലേ. ഇതിനെല്ലാം ഓടി നടക്കാൻ ഞാനൊരുത്തനും പിന്നെ നമ്മുടെ മക്കളുമുണ്ട്, അവർ സ്കൂളിൽ പഠിക്കുന്നുമുണ്ട്, പിന്നെ പല പരിമിതികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫോൺ എടുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് വിളിക്കണേ എന്ന് ഞാൻ താഴ്മയായിട്ട് നിങ്ങളോട് പറയുകയാണ്. അല്ലാതെ പിന്നെ ബിജുവിനെ ഇനി വിളിക്കണ്ട എന്ന് കരുതി കളയരുത്, വിളിക്കണം, എന്നെ വീണ്ടും നിങ്ങൾ വിളിക്കണം, നിങ്ങളുണ്ടേലേ ഉള്ളൂ ഞാനും. ഓക്കെ. അപ്പോൾ അതേണ്ട ഇദ്ദേഹം വന്നു, കണ്ടു, എന്നോട് ഞാനൊരു വണ്ടി കാണിച്ചു. അത് കഴിഞ്ഞിട്ട് അവർ ഭാര്യയും ഭർത്താവും കൂടെ വേറൊരു വാഹനം ഇച്ചിരി വില കൂടിയതിൻ്റെ ആയിരുന്നു. അണ്ണൻ ഞങ്ങൾക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് തരണമെന്ന് പറഞ്ഞ് അവർക്ക് ഞാനത് ചെയ്തു കൊടുത്തു. ചേച്ചി വന്നാട്ടെ. വണ്ടി ഏതാണ്? വണ്ടി. അപ്പോൾ ഇതാണ് വാഹനം, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു, അവർക്കത് മതിയെന്ന് പറഞ്ഞു. കാളിയൻ. അപ്പം ഈ വാഹനത്തിൻ്റെ താക്കോല് ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തി ഇദ്ദേഹത്തിനെ ഏൽപ്പിക്കുകയാണ്. സർവേശ്വരൻ സർവ്വവിധ ഐശ്വര്യങ്ങളും നൽകി അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ മനസ്സുരുകി പ്രാർത്ഥിച്ച് താക്കോൽ കൈമാറുകയാണ്. ജഗദീശ്വര വെങ്കടാചലപതി ഭഗവാനി, സർവൈശ്വര്യങ്ങളും കൊടുത്ത് അനുഗ്രഹിക്കണമേ ഭഗവാനി. ഇതെന്തുവാ താക്കോൽ പൈസയോ? സന്തോഷം. ഓക്കെ. അപ്പം മുന്നോട്ടേക്ക് നടന്നാട്ടെ. അപ്പോൾ ഈ താക്കോൽ പൈസയ്ക്ക് ഞാനല്ല അർഹൻ. ഇവിടെ നമ്മുടെ പിള്ളാച്ചൻ ഉണ്ടായിരുന്നു, പിള്ളാച്ചൻ പോയി, പിള്ളാച്ചന് വയ്യാതായി കഴിഞ്ഞപ്പോഴത്തേക്ക് പിള്ളാച്ചൻ മാറി. പിള്ളാച്ചൻ്റെ മക്കൾ പറഞ്ഞു ഇപ്പോൾ ഇനി ജോലിക്കൊന്നും പോകണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ പിള്ളാച്ചൻ മാറി. ഇപ്പം നമ്മുടെ വേറൊരു ചേട്ടനാണ് താക്കോൽ പൈസയുടെ അർഹൻ, അദ്ദേഹമാണ്. ഓക്കെ. അപ്പോൾ അതങ്ങോട്ടും കൊടുത്ത് ഇനി അതിനൊരു കമൻറ്റ് വേണ്ട. ഇനി ഒരു ചെറിയ കുടുംബത്തിന് ഒരു ഓട്ടോറിക്ഷയിലൊക്കെ പോകുന്നതിന് ഓട്ടോറിക്ഷയിൽ അങ്ങ് പോയേക്കാം, സ്കൂട്ടറിലൊന്നും പോകണ്ട, സീറ്റ് ബെൽറ്റ് വേണ്ട, ഹെൽമെറ്റ് വേണ്ട, കാര്യങ്ങളൊന്നും വേണ്ട എന്നൊക്കെ ഒന്ന് ആലോചിക്കുന്ന ഒരു ചെറിയ കുടുംബത്തിന് 2.5 വർഷം പേപ്പറുണ്ട്. 2.5 വർഷം ഇച്ചിരി പാച്ച് വർക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു, ഇന്നലെ ചെയ്ത് കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. ഇനി ഒന്ന് സർവീസ് ചെയ്ത് മൽക്കാട് ഇത് മാറിയിട്ടേക്കാണ്. ഇനി ഒന്ന് സർവീസ് ചെയ്ത് ഒന്ന് സീറ്റ് ഭാവമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കും. 2.5 വർഷം പേപ്പറുണ്ട്. 25,000 രൂപയ്ക്ക് കൊടുക്കും. 25 രൂപയുള്ളൂ. അപ്പോൾ 30 രൂപ താന്ന വണ്ടി 25,000 രൂപയ്ക്ക് കൊടുക്കാം. പ്രൈവറ്റ് വണ്ടിയാണിത്. എന്നാൽ ആദ്യം അങ്ങ് പറഞ്ഞാൽ പ്രൈവറ്റ് അല്ല, ഞങ്ങൾ സാധാരണക്കാരാണ്, ഞങ്ങൾക്ക് ടാക്സിയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ എന്തോ ചെയ്യാൻ പറ്റും? 25,000 രൂപയ്ക്ക് കൊടുക്കാം. ഇതിനി വർക്ക് എടുക്കത്തില്ലേ? ഇനി വർക്ക് എടുക്കും. ഇനി ഇത് സർവീസ് ചെയ്താണ് ഒന്ന് ഇത് ചെയ്യും, ഒന്ന് പെയിൻറ്റ് ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യും. പറഞ്ഞ മനസ്സിലായില്ലേ? ഇതിപ്പോൾ പ്രതീക്ഷിക്കാതെ സനൂപിങ് കയറി വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഉടനെ ഇത് ചെയ്തിടാൻ പറ്റാത്ത സമയവും കിട്ടിയില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? അത് തന്നെയല്ല, ഓണം ഇങ്ങെത്തി. ഇത് ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. പറഞ്ഞ മനസ്സിലായി. 25 രൂപയ്ക്ക് കൊടുക്കാം. 2011-12 മാസം 2012 പ്രൈവറ്റ് വണ്ടി ആൽഫ, മഹീന്ദ്ര ആൽഫ. മൈലേജ് ഒക്കെ എങ്ങനെയായിരിക്കും? ഇതിനൊരു 10, 35, 30 മേളിൽ മൈലേജ് കിട്ടും. ഞാൻ കയറി 40, 50 എനിക്കറിയാത്ത കാര്യം കയറി പറഞ്ഞും വെച്ചേ. പിന്നെ അവിടെ നിന്നുകൊണ്ട് നമ്മളെ ചീത്ത പറയാനും തന്തയ്ക്ക് പറയാനും കമൻറ്റ് ഇടാനും. എൻ്റെ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് കമൻറ്റ് ഇടുന്ന ഏറിയ പങ്കും എനിക്കറിയാം കച്ചവടക്കാരാണ്, അല്ലാതെ സാധാരണക്കാർക്ക് എന്നെ ഇഷ്ടമാണ്. പറഞ്ഞ് മനസ്സിലായില്ലേ? അവരെല്ലാം ബീച്ചോട്ടാന്ന് പറഞ്ഞ് നല്ല രീതിയിൽ തന്നെ നമുക്ക് കമൻറ്റ് ഇടുന്നതും കാര്യങ്ങളും ഒക്കെ. പറഞ്ഞ് മനസ്സിലായില്ലേ? അത്യാവശ്യം 3 വർഷം പേപ്പറുണ്ട്. 3 വർഷമേ ഉള്ളൂ പേപ്പർ. എന്നാൽ 5 വർഷം പേപ്പറുള്ള നമുക്കിപ്പോൾ അപ്പുറത്ത് കാണിക്കാം. അല്ല, ഇതെല്ലാം വർക്കും എല്ലാം കഴിഞ്ഞ് കിടക്കുക. 3 വർഷം മുമ്പ് നമുക്ക് സനുവെ വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സനുവേണ്ടി തട്ടും കാര്യങ്ങളും അത് കാണിച്ചായിരുന്നു. ഈ തട്ട്, അതായത് ഒരു സാധാരണക്കാരൻ എടുത്തുകൊണ്ട് പോയാൽ പെട്ടെന്ന് പ്രോബ്ലംസ് വരുന്ന ഈ തട്ടിനൊക്കെയാണ് ഉടനെ മാറാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. കാരണം 10,000 രൂപ 9,000 10,000 രൂപയ്ക്ക് അടുത്താവും ഫ്രണ്ട് തട്ട് മാത്രം മാറുന്നതിന്. പറഞ്ഞു മനസ്സിലായി? തട്ടും എടുത്ത് പാച്ച് വർക്ക് പണിയാൻ കൊണ്ടുവന്നാൽ വലിയ താമസവുമാണ് എല്ലായിടവും. കാരണം എല്ലായിടവും തിരക്കും കാര്യങ്ങളുമാണ്. ഈ വണ്ടി നമുക്കൊരു 88 രൂപയ്ക്ക് കൊടുക്കാം. ഞാനൊരു 90 രൂപ പ്രതീക്ഷിച്ചു, ഒരു 88 രൂപയ്ക്ക്. പിന്നെ ഈ കടുംപിടുത്തവും കട്ടായം ഒന്നുമില്ല. ആരെങ്കിലുമൊക്കെ വന്നാൽ ഇപ്പോൾ കണ്ടില്ലേ വന്നു പോയവർ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വന്നിരിക്കും. തള്ളും ദാരിദ്ര്യം പറച്ചിലും ഒന്നുമല്ല, ഞാനൊരു സാധാരണക്കാരൻ തന്നെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സാധാരണക്കാർ വന്നാൽ ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞാൽ ചെയ്തു കൊടുത്തിരിക്കും. ഓക്കെ. ഇനി 2013 ഡിസംബർ മാക്സിമ, ബജാജ് മാക്സിമ വൈഡ്, ഒറ്റ വർഷം പേപ്പർ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഈ മഴയുടെയും കാര്യം കൊണ്ടാ പിന്നെ സനൂപ ഇത്ര വലിയ എത്ര കുറച്ചിട്ടെന്ന് പറഞ്ഞാൽ വീണ്ടും അങ്ങ് പെയ്തുകൊണ്ടിരിക്കുക. പറഞ്ഞു മനസ്സിലായി? അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ആ വിലയേ ഉള്ളൂ സനൂപ. നമുക്കിതൊരു 70 രൂപയ്ക്ക് കൊടുക്കാം. ഒറ്റ വർഷം പേപ്പർ, പുതിയ ക്ഷേമനിധി, പുതിയ ടാക്സ്, പുതിയ ഇൻഷുറൻസ്, പുതിയ പേപ്പർ, പുതിയ മീറ്റർ. എൻ്റെ എടുത്ത് പറയണമല്ലോ, പുത്തൻ മീറ്റർ. 70 രൂപയ്ക്ക് കൊടുക്കാം. വേറെ ഇനി പണി എടുക്കാൻ ഒന്നുമില്ല, അങ്ങ് ഓടിയാൽ മാത്രം മതി. കാലയിലായിരുന്നു അതിൻ്റെ ക്ലച്ച്, അത് കയ്യിലാക്കിയിട്ടുമുണ്ട്. 2010
11 രജിസ്ട്രേഷൻ മഹീന്ദ്ര ആൽഫ. ഇത് സിംഗിൾ ഓണറാണോ? ഇത് ഫസ്റ്റ് ഓണർ വണ്ടി. ഫസ്റ്റ് ഓണർ വണ്ടി ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. ടെസ്റ്റ് കഴിഞ്ഞിട്ടില്ല. ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം. 80,000 രൂപയ്ക്ക് കൊടുക്കാം. 80 രൂപയ്ക്ക് കൊടുക്കാം. ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനിയും ഇതെല്ലാം വൃത്തിയാക്കും. ഈ സീറ്റും കാര്യങ്ങളും എല്ലാം വൃത്തിയാക്കും. ഒന്നുകൂടെ വൃത്തിയാക്കിയിട്ടേ കൊടുക്കത്തുള്ളൂ. ഞാനിപ്പോൾ നമ്മുടെ വീഡിയോ നമ്മുടെ കിടക്കുന്ന വാഹനങ്ങളെല്ലാം ഒന്ന് കാണിച്ച് മീറ്റർ വെക്കും. അതാണല്ലോ ഞാൻ പറഞ്ഞ ടെസ്റ്റ് ചെയ്യണമെന്ന്. ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം. 80 രൂപയ്ക്ക് കൊടുക്കാം. ഇനി അതേ മോഡൽ തന്നെ ഇന്നലെ ടെസ്റ്റ് കഴിഞ്ഞ് വന്ന് കിടക്കുക. അതേ മോഡൽ തന്നെ സിംഗിൾ ഓണർ വണ്ടി ടെസ്റ്റ് കഴിഞ്ഞ് ഇന്നലെ വന്ന് കിടക്കുക. പറഞ്ഞു മനസ്സിലായില്ലേ? ടെസ്റ്റ് കഴിഞ്ഞാട്ടോ നോക്കിയാട്ടെ. ഞാൻ അകമൊക്കെ ഒന്ന് കാണിച്ചാട്ടെ. സനൂപേ ഈ ഇന്റീരിയലൊക്കെ ഒന്ന് കാണിച്ചിട്ട് ഇത് കൂട്ടാകും. അതും ഇത് കൂട്ട് തന്നെ നീറ്റാവും. ഇതൊരു 82 രൂപയ്ക്ക് കൊടുക്കാം. മൊത്തം പെയിന്റ് ഒക്കെ ചെയ്ത് ഒരു 82 രൂപയ്ക്ക് കൊടുക്കാം. ഇത് 82 രൂപ വൃത്തിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. 2010 ഡിസംബർ. സിംഗിൾ ഓണർ അല്ല, സെക്കൻഡ് ഓണർഷിപ്പ്. സോറി, അല്ല, ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. പുത്തൻ ടയറാണ്, പുതിയ ടയറ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിന് ഇനി ഒരു 4 മാസം കൂടെ ഉണ്ട് പേപ്പർ. അതായത് ഡിസംബർ വരെ പേപ്പറുണ്ട്. അപ്പോൾ ഉടനെ നമുക്കിപ്പം ചെയ്യാനോ കാര്യങ്ങളോ പറ്റത്തില്ല. ഇത് നമുക്കൊരു 75 രൂപയ്ക്ക് കൊടുക്കാം. 75,000 രൂപയ്ക്ക് കൊടുക്കാം. ഈ തട്ടുമൊക്കെ ഒന്ന് കാണിച്ചാട്ടെ സനൂപ്. ഇത് ഈ കിടക്കുന്ന കണ്ടീഷൻ, ഈ കിടക്കുന്ന കണ്ടീഷൻ. കാരണം 4 മാസം കൂടെ പേപ്പർ ഉള്ളതുകൊണ്ട് നമുക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? ഇനി വേണ്ട, ഇന്നലെ ടെസ്റ്റ് കഴിഞ്ഞ് വന്നിരിക്കുന്നു മഹീന്ദ്ര ആൽഫ പ്രൈവറ്റ്. 5 വർഷം പേപ്പർ. 5 വർഷം പേപ്പർ. ചിന്തിക്കുക വേണ്ട. 5 വർഷത്തേക്ക് പേപ്പർ. ഇന്റീരിയൽ അപ്പോൾസറിയൊക്കെ ഒന്ന് കാണിച്ചാൽ ഇത് മൊത്തം ഞാൻ ചെയ്തേക്കുന്ന. ഇത് കംപ്ലീറ്റ് അപ്പോൾസറിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തോട്ടെ. ഇത് എടുത്തോണ്ട് പോയാൽ ഓടിയാൽ മാത്രം മതി. പറഞ്ഞു മനസ്സിലായി? ചുമ്മാ എടുത്തോണ്ട് അങ്ങ് ഓടിയാൽ മാത്രം മതി. അത്യാവശ്യം സ്പ്രിങ് കാര്യങ്ങളെ എല്ലാം ഉണ്ട്, കേട്ടിട്ടുണ്ട്. നല്ല ക്ലീൻ വണ്ടിയാണ്. 85 രൂപയ്ക്ക് കൊടുക്കാം. 85,000 രൂപയ്ക്ക് കൊടുക്കാം. 5 വർഷം പേപ്പർ. 2009 ഡിസംബർ. 2010 രജിസ്ട്രേഷൻ. 5 വർഷം പേപ്പർ. 5 വർഷത്തെ പേപ്പർ. 5 വർഷത്തെ പേപ്പർ. ഇത് നല്ലപോലെ ടോപ്പ് എല്ലാം വൃത്തിയായിട്ട് വർക്ക് ചെയ്തൊക്കെ ഈ ടെസ്റ്റിന് പോകുമ്പോൾ എല്ലാ പരിപാടികളും കഴിഞ്ഞ് സംഭവം നല്ല നീറ്റാക്കി ഇട്ടിട്ട് തന്നെ പരിപാടികളില്ല. പറഞ്ഞ മനസ്സിലായി? എല്ലാം ചെയ്തിട്ട് തന്നെ ആണല്ലോ. പിന്നെ ഇവിടെ കിടന്ന് ഈ മഴയല്ലയോ സനൂപ്, അങ്ങ് മഴ പെയ്യുക. അതായത് ഒന്ന് തെളിയുക, വീണ്ടും അങ്ങ് മഴ പെയ്യുക. പറഞ്ഞ മനസ്സിലായില്ലേ? അതുകൊണ്ട് എത്ര ആ ചേട്ടൻ തുടച്ചെന്ന് പറഞ്ഞാലും വീണ്ടും ഈ ചള്ളയും കാര്യങ്ങളും കിടക്കുന്നതുകൊണ്ട് ഒന്ന് സർവീസ് ചെയ്യാമെങ്കിൽ ഇപ്പം എല്ലാം കൂടെ നമുക്ക് അങ്ങ് സർവീസ് ചെയ്തിടാൻ പറ്റുമോ സനൂപ്? 600 രൂപ ഒരു വണ്ടി സർവീസ് ചെയ്യുന്നതിന്. 600 രൂപയാണ് കൊണ്ടുപോയി സർവീസ് ചെയ്യുന്നതിന്. ഇപ്പം എല്ലാം നമുക്കിപ്പോൾ എപ്പോഴും മഴ അങ്ങ് കംപ്ലീറ്റ് തോർന്ന് നിൽക്കുവാണെങ്കിൽ നമുക്ക് സർവീസ് ചെയ്തിടാം. അല്ലാതെ നമുക്ക് ചെയ്തിടാൻ പറ്റത്തില്ലല്ലോ. വേണ്ട, നമ്മുടെ ജീപ്പ് കണ്ടായിരുന്നല്ലോ. ഞാൻ വന്നപ്പോൾ കണ്ടു. നമ്മുടെ ജീപ്പാ നല്ല അടിപൊളിയായിട്ട്. 5 ജീപ്പായിരുന്നു എടുത്തത്. അതിൽ ദൈവം സഹായിച്ച് ഒരു 3 ജീപ്പ് പോയി. 3 ജീപ്പും പോയി. പിന്നെ ഇനിയും കിടക്കുന്നത് ഇതും ആ ഫ്രണ്ടിൽ കിടക്കുന്ന ജീപ്പും. ഇതാണിപ്പോൾ മൊത്തം പണിഞ്ഞ് കിടക്കുകയാണ്. ഇത് നോക്കിയിട്ട് ഫസ്റ്റ് ഓണർഷിപ്പ്. 1999 ഡിസംബർ വണ്ടി. ഒറ്റ ഓണർഷിപ്പ് വണ്ടി, ഒറ്റ കൈ കിടന്ന വണ്ടി ജീപ്പ്. 5 വർഷത്തെ പേപ്പർ. ഇതിന്റെ കിലോമീറ്റർ ഒക്കെ അതൊന്നും പറയാൻ പറ്റത്തില്ല സനൂപേ. ഞാൻ ഈ അറിയാൻ വയ്യാത്ത, എനിക്ക് അജ്ഞതയുള്ള, എനിക്കറിവില്ലാത്ത കാര്യങ്ങൾ ഞാനൊന്നും പറയാറില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? എനിക്കറിവില്ല. കാരണം ഇതിൻ്റെ കിലോമീറ്റർ കറക്റ്റാണെന്ന് ഞാൻ പറഞ്ഞു വെച്ചു. വല്ലവരുടെയും ആയിരിക്കുന്ന ചീത്തവിളി ഞാൻ കേൾക്കേണ്ട കാര്യമില്ല. പറഞ്ഞു മനസ്സിലായി? കാരണം 26 വർഷം 25 വർഷമായി. 25 വർഷം കൊണ്ട് ഇതേ ഓടിയിട്ടുള്ളവണ് അതും ചോദിച്ചുകൊണ്ട് എന്നെ തെറി വിളിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഇത് സത്യമാണോ സത്യമല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഇത് സത്യമാകാൻ വഴിയില്ല. പിന്നെ ഒറ്റ ഓണറുടെ കൈ കിടന്ന വണ്ടി, ഒറ്റ ഒരു വ്യക്തിയുടെ കൈ കിടക്കുന്ന വണ്ടി. എത്ര ചോദിക്കുന്നത്? നമുക്കിതൊരു 3,000 രൂപയ്ക്ക് കൊടുക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസപ്പെടുത്തി നമുക്ക് ചെയ്തു കൊടുക്കാം. എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാം. പറഞ്ഞു മനസ്സിലായില്ലോ? നല്ല ക്ലീൻ വണ്ടിയാണ്. അത് ഞാൻ ഇത് തള്ളടിക്കും. ഓരോരുത്തടുത്ത് ഓരോ വിലയായിരിക്കാം, റേറ്റ് ആയിരിക്കാം. കാര്യമൊന്നും എനിക്കറിയത്തില്ല. അതിനും ഞാൻ നിങ്ങളോട് തർക്കിക്കുകയല്ല. എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച കാശ് ഞാൻ പറയുമോ, 16,000 രൂപ മേടിച്ച് കാറിൻ്റെ അപ്പോൾസറി ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് 16,000 രൂപ ഞാൻ കൊടുത്തു. ഇതിൻ്റെ അപ്പോൾസറിക്ക് മാത്രം 19,000 രൂപയായി പെയിൻ്റ് അടിച്ചതിന്. പിന്നെ ടയർ, പിന്നെ കാര്യങ്ങൾ ഇതെല്ലാം ചെയ്തു. പിന്നെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. പിന്നെ കൊടുത്തില്ലേ വേണ്ട.
ഇതിന് പേപ്പറിന് എത്ര? 5 വർഷത്തെ പേപ്പർ. 5 വർഷത്തെ പേപ്പർ. ഇത് കണ്ടല്ലോ, ഇതെല്ലാം ഈ സിംഗിൾ സീറ്റായിട്ടുള്ള വണ്ടികളാണ്. ഇത് മൊത്തം ഞാൻ എടുത്തുകൊണ്ട് വന്ന് ഇതിനകത്ത് നമ്മൾ ബക്കറ്റ് സീറ്റ് ആഡ് ചെയ്ത് കയറ്റിയിരിക്കുകയാണ്, സെപ്പറേറ്റ് കയറ്റിയിരിക്കുക. കയറ്റിയിട്ട് ഇനി നമ്മളിത് പണിഞ്ഞ് ഇത് പെയിൻറ്റ് ചെയ്ത് ഇതിൻ്റെ പാച്ച് വർക്കും കംപ്ലീറ്റ് കാര്യങ്ങളും കഴിഞ്ഞ് കിടക്കുന്നു. പറഞ്ഞു മനസ്സിലായോ? ഇതിൻ്റെ പാച്ച് വർക്ക് കാര്യങ്ങളെ എല്ലാം കംപ്ലീറ്റ് കഴിഞ്ഞ് കിടക്കുകയാണ്. ഇനിയും നമ്മളിത് പെയിൻ്റ് അടിച്ച് ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്തിട്ടേ നമ്മളിത് കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ 4 ടയറും നമ്മൾ മാറും. നമ്മുടെ വീഡിയോയിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. മൊത്തം ടയറുകൾ മാറി നല്ല വൃത്തിയായിട്ട്. ഇപ്പം ഇങ്ങനെ ഈ കിടക്കുന്ന ഇതെന്താ കാണിക്കുന്നതെന്ന് അറിയാം. ഇതൊരു ലൈവ് നിങ്ങളെ കാണിക്കുകയാണ്. കാരണം ഇതിൻ്റെ കണ്ടോ ഈ മൽഗാഡ് ഇതിൻ്റെ കാര്യങ്ങൾ ഇത് മൊത്തം ഞാൻ പുതിയത് മേടിച്ച് വെച്ചിരിക്കുകയാണ്. ഇതൊന്നും പഴയതല്ല, ഇതെല്ലാം പുതിയ സാധനങ്ങൾ ഞാൻ മേടിച്ച് വെച്ച്. പഴയ ആ മോഡൽ വണ്ടിക്കൊന്നും ഈ ഫ്ലാപ്പോ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഇതെല്ലാം ഞാൻ പുതിയത് മേടിച്ച് വെച്ച് ഒരു ന്യൂജൻ ലുക്കിലോട്ടാക്കി ഇവനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് പെയിൻറ്റ് ചെയ്ത് നല്ല ക്ലീൻ ആയിട്ട് കൊടുക്കാൻ പറ്റും. ഈ ബാക്ക് ടയറൊക്കെ മാറും? ബാക്ക് ടയറെല്ലാം മാറും. അതല്ലേ ഞാൻ പറഞ്ഞ ടയറൊന്നും കാണിക്കണ്ട. 5 ടയറും ബാക്കിലത്തെ സ്റ്റെപ്പിന് വരെ പുത്തൻ. ബാക്കിലത്തെ സ്റ്റെപ്പിന് വരെ പുത്തൻ ഇട്ടേ കൊടുക്കത്തുള്ളൂ. ഇത് ഏത് ഒരു വ്യക്തി വാങ്ങിക്കുന്നോ ആ വാങ്ങിക്കുന്ന ആളുടെ പേരിൽ കൂട്ടിയേ കൊടുക്കത്തുള്ളൂ. എത്രയാ ചോദിക്കുന്നത്? ഇത് ഏകദേശം ഒരു 3.5 ലക്ഷം രൂപയ്ക്ക് അടുത്താവും. ആവും. വില കൂടുതലാ കുറവാ എന്ന് പറയുന്നവർ അതൊക്കെ പറഞ്ഞോട്ടെ. അവർ കമൻറ്റുകൾ അവർ പറഞ്ഞോണ്ടേ ഇരിക്കും. എനിക്കൊരു പ്രശ്നങ്ങളേ അല്ല. കാരണം ഇത് ഇഷ്ടപ്പെടുന്നവർ ആവശ്യമുള്ളവർ ഇവിടെ വരും, വാഹനം മേടിച്ചോണ്ട് പോകും. അപ്പോൾ 2012 മാസം വണ്ടി, 2013 രജിസ്ട്രേഷൻ, പിയാജിയോ ആപ്പേ പാസഞ്ചർ. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഇപ്പം ആപ്പ എന്ന് പറയുമ്പോഴേ ഇത് സനുവ ഇതൊക്കെ ഒന്ന് പ്രത്യേകം എടുത്ത് കാണിക്കണം. കാരണം ഈ വില പറഞ്ഞാൽ ഇത്രയും വിലയുണ്ട്. കാരണം ഇതിനൊക്കെ ഈ ബാക്ക് ഇവിടെയൊക്കെ തകിടടിച്ചതിന് ശേഷം മാത്രമേ ഈ ഗ്ലാസ്സൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ബാക്ക് ബോഡി സാധാരണ എല്ലാ വണ്ടിക്കും ഇവിടെ കിടക്കുന്നതിന് വരെ റെക്സിനുള്ളതുകൊണ്ട്, പക്ഷേ ഇത് ബാക്ക് ബോഡി കെട്ടിയിരിക്കുന്ന. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ ഇൻഷുർ തീർന്നായിരുന്നു. ഞാൻ ഇന്നലെ പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 1,28,000 രൂപയ്ക്ക് കൊടുക്കാം. 1,28,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല ക്ലീൻ വണ്ടി. പിന്നെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണ്ടേ, ഇപ്പോൾ ഒരു 3,65,000 രൂപ 4 ലക്ഷം രൂപയ്ക്ക് അടുത്താവും നമ്മൾ ഷോറൂമിൽ പോയെടുത്ത് ഒരു പുതിയ വാഹനം എടുത്താൽ. എനിവേ ഏത് വാഹനമായാലും ആപ്പയുടെ ഏത് വാഹനം എടുത്തെന്ന് പറഞ്ഞാലും അത്രയും രൂപ ആവും. അപ്പോൾ ഈ കൊടുക്കുന്നത് വെറും കമ്പി മാത്രമാണ്. പറഞ്ഞു മനസ്സിലായി? ഇപ്പോൾ ഈ തകിടടിച്ചൊക്കെ ഈ രൂപത്തിലാകണമെങ്കിൽ പൈസ അതുകൂട്ട് മുടക്കണം. മുടക്കിയതിന് ശേഷമാണ് ഈ രൂപത്തിലാകുന്നത്. പറഞ്ഞു മനസ്സിലായില്ലേ? ഓക്കെ. അടുത്തത് 2011 നവംബർ വണ്ടി. 2011 നവംബർ വണ്ടി. കുഴപ്പമില്ല, വണ്ടി കുഴപ്പമില്ല. സീറ്റ് മാറ്റി വേറെ നമ്മുടെ ഈ ജീപ്പ് കാറിൻ്റെ ടൈപ്പ് ജീപ്പ് സീറ്റ് കയറ്റിയിരിക്കുന്നതാണ്. ഇത് സീറ്റ് കവർ വേറെ മാറ്റി ഇടൂ? സീറ്റ് കവർ ഇല്ല, കാരണം ഇതിന് പേപ്പർ ഭാഗമുണ്ട്. പേപ്പർ ഭാഗമുണ്ട്. ഇങ്ങനെ തന്നെ കൊടുക്കും. ഇതിന് ഏകദേശം ഇനി 9 മാസം പേപ്പറുണ്ട്. ഉണ്ട്. ഇത് ഓണർഷിപ്പ് എത്ര? സെക്കൻഡ് ഓണർഷിപ്പ്. ചോദ്യം എത്ര? നമുക്കൊരു 1,05,000 രൂപയ്ക്ക് കൊടുക്കാം. 1,05,000. ആ ഓക്കെ. ഈ ഇവിടെ ഒരു ചെറിയ പൊട്ടലുണ്ടല്ലോ ചേട്ടാ, ഇതൊക്കെ മാറും. ഈ പീസ് മാറി കൊടുക്കും. അത് നമ്മുടെ കയ്യിൽ നിന്ന് പറ്റിയതാണ്. 2012 ഓഗസ്റ്റ് മാസം വണ്ടി. ഓണർഷിപ്പ് എത്രയാ? ഒറ്റ ഓണർഷിപ്പ് വണ്ടി. ഒറ്റ ഓണർ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിംഗിൾ ഓണേഴ്സ് വണ്ടിയാണ്. അതെ. അതിപ്പോൾ വേറൊരു കാര്യം, ഈ ഓട്ടോറിക്ഷയ്ക്കകത്തിലൊന്നും ഓണർഷിപ്പിലൊന്നും വലിയ കാര്യങ്ങളൊന്നും ഇല്ലെന്ന്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു അത്യാവശ്യ കേസ് കെട്ട് വരുന്നത് നമുക്ക് വിൽക്കാൻ നമ്മുടെ കയ്യിൽ നമ്മുടെ സ്വന്തം എന്ന് പറയാൻ ഓട്ടോറിക്ഷയുള്ള അത് വിറ്റല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ കയറി വരുന്നതിനകത്ത് നോക്കുന്നതിനകത്ത് ഇത് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ആ മറ്റേ അങ്ങേ അറ്റത്ത് കിടന്ന 2012 വണ്ടിക്ക് നമ്മൾ ചോദിച്ചാൽ 1,28,000. പക്ഷേ ഇത് നമുക്ക് 1,15,000 കൊടുക്കാം. 1,15,000 രൂപയ്ക്ക് കൊടുക്കാം. എന്തുകൊണ്ട്? കാരണം ഇത് എക്സ്ചേഞ്ച് കയറി വന്നാൽ നമ്മുടെ എടുക്കുമെന്ന് തന്നെ ഒരു വാഹനം മാറ്റി എടുത്തുകൊണ്ട് പോയതാണ്. ആ പുള്ളിക്ക് ഈ പിന്നെ സൗണ്ടിൻ്റെ പുള്ളിക്ക് സ്ട്രോക്ക് വന്നപ്പോൾ സൗണ്ടിൻ്റെ ഇതിൻ്റെ വൈബ്രേഷൻ പിടിക്കാതെ പുള്ളി വന്ന് പെട്രോൾ വണ്ടിയുമായിട്ട് മാറ്റം പിടിച്ചു പോയതാണ്. പറഞ്ഞു മനസ്സിലായി? 1,15,000 രൂപയ്ക്ക് കൊടുക്കും. 2012 തന്നെ വണ്ടി. ആലപ്പുഴ വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. നല്ല ടയേഴ്സും കിടപ്പുണ്ട്. ഒറ്റ വർഷത്തെ പേപ്പർ. വണ്ടി വൃത്തിയാണ്. ഇത് 1 വർഷത്തെ പേപ്പർ. 1 വർഷത്തെ പേപ്പറുണ്ട്. ടെസ്റ്റ് കഴിഞ്ഞ് അടുത്ത ടെസ്റ്റ് വരെ ഇനി 1 വർഷം ഉണ്ട്. 1 വർഷം പേപ്പർ. നല്ല വൃത്തിയാണ്. കൊള്ളാം. ഫ്ലോറും കാര്യമെല്ലാം നല്ല വൃത്തിയായിട്ടിരിക്കുന്നു. ഒന്നും കുഴപ്പമില്ല. മീറ്റർ കാര്യങ്ങൾ ഇച്ചിരി മുമ്പ് എന്നോട് ചോദിച്ചു മീറ്റർ ഉണ്ടായിരുന്നല്ലോ, ഒന്ന് പുത്തൻ മീറ്റർ ഞാൻ വെച്ച് ടെസ്റ്റ് ചെയ്യിച്ചതാണ്. ഓക്കെ. കണ്ടല്ലോ
എത്ര ഇത് ചോദിക്കുന്നത്? നമുക്കിതൊരു 1,000 രൂപയ്ക്ക് കൊടുക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ ചെയ്യാവുന്നു പറഞ്ഞ മനസ്സിലായി. പിന്നെ അല്ലാതെ ഇതിപ്പോ ഈ 1,20 1,15 വന്ന് പറഞ്ഞാലും പറയും ബീച്ചേട്ടാ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുന്നു പറഞ്ഞ മനസ്സിലായില്ലേ? തീർച്ചയായിട്ടും വേണമല്ലോ. കട്ടായങ്ങളും കടുപ്പിടുത്തവും ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമോ? അതാണ്ട് 2011 വണ്ടി പവർ സ്റ്റാർട്ട് ആക്കിയേക്കുന്ന വണ്ടിയാണ് എന്ന് പറഞ്ഞാൽ ഡീകംപ്രഷൻ പിടിക്കണ്ട, ചുമ്മാ ക്ലച്ച് പിടിച്ചങ്ങ് സ്റ്റാർട്ട് ചെയ്യുക. നല്ല ഓട്ടോറിക്ഷ. എൻ്റെ പേര് സനു. ആയിക്കോട്ടെ, ഓക്കെ. അപ്പോൾ നാക്ക് പൊന്നാകട്ടെ. നമുക്കിതൊരു 1,05,000 രൂപയ്ക്ക് കൊടുക്കാം. 1,5. ഇതിന് ഈ പേപ്പർ എത്ര? പിന്നെ ഓരോരുത്തർ പറയുന്നുണ്ട് ഇവിടെ ഇങ്ങോട്ട് വന്നും വെച്ചേ ഇവിടെ വന്നു കഴിയുമ്പോൾ ഞാൻ 1,5 പറയുന്നത്. ഞാൻ ഈ പറയുന്ന വില ഞാൻ അവിടെ എഴുതി വെക്കുന്നുണ്ട്. ഞാനല്ല പൊട്ടനൊന്നുമല്ല. എൻ്റെ കമൻറ്റ് ബോക്സിൽ കയറിയിട്ടിരിക്കുക. ഞങ്ങൾ അവിടെ വന്നപ്പോൾ പുള്ളി അതിന് 1,10 ചോദിച്ചാൽ ഞാൻ അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല. അല്ലെ ആ ചോദിച്ച വ്യക്തിക്ക് എൻ്റെ മുമ്പിൽ വന്ന് അത് പ്രൂവ് ചെയ്യണം. ഞാൻ അതൊക്കെ വേറെ, ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. അതിലൊന്നും എനിക്കൊരു കാര്യം ഞാൻ തളരത്തില്ല. എൻ്റെ ദൈവം തമ്പുരാൻ തളർത്തായിരുന്നാൽ മതി. പറഞ്ഞ മനസ്സിലായില്ലേ? അല്ലേ പിന്നെ ഈ വരുന്നതിനൊക്കെ അതിനകത്ത് 1 2 അല്ലെ 10 നെഗറ്റീവ് കമൻറ്റ് വന്നെന്നൊന്നും പറഞ്ഞ് നമ്മൾ തളരത്തില്ല. ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നത് ഏറിയ പങ്കും ബിസിനസ്സുകാർ തന്നെ. അത് നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ദൈവം തമ്പുരാൻ തോൽപ്പിക്കരുത്. ആ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. 1,05,000 രൂപയ്ക്ക് കൊടുക്കാം. സനു പിന്നെ വരാത്ത സമയങ്ങളിലും സനുവും പിന്നെ ഈ ഷോർട്ട് ഫിലിമും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ നല്ലൊരു സുഹൃത്താണ്. സനുവിൻ്റെ ഷോർട്ട് ഫിലിമും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം സനുവിൻ്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് ബിച്ചോട്ടാ എന്നാൽ നാളെ ഫ്രീ ആണോ അല്ലെങ്കിൽ അടുത്ത ദിവസം ഫ്രീ ആണോ എന്ന് ചോദിച്ച് പിന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെ സമയം നോക്കി സനു വരാത്ത സമയങ്ങളിൽ നമ്മൾക്ക് വീഡിയോ ഒക്കെ ചെയ്ത് എന്നെ സഹായിക്കുന്നത് എൻ്റെ മോള്, എൻ്റെ കുഞ്ഞാണ് എൻ്റെ മോള്. അപ്പോൾ എൻ്റെ മോളാണ് പിന്നെ ഇവിടെ വന്ന് സ്കൂൾ കഴിഞ്ഞ് വരുന്ന സമയങ്ങളിൽ എൻ്റെ മോള് വന്നാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അവൾ പിന്നെ ശ്രീബുദ്ധയിൽ പഠിക്കുന്നു, കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ് 2nd ഇയർ. അപ്പോൾ മോളൂടാണ് വന്ന് സഹായിക്കുന്നത്. അപ്പോൾ മേലിലും നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പിന്നെ താഴ്മയായി അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ബീച്ചേട്ടൻ. നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് അമൽ ഓട്ടോ ലാൻഡ്സ്. അപ്പോൾ നമ്മൾ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. 25,000 രൂപ തൊട്ട് കിടക്കുന്ന വണ്ടികളാണ് കിടക്കുന്നത്. 30 അല്ല 25,000 രൂപ തൊട്ട് കിടക്കുന്ന വണ്ടികളാണ് കിടക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഉതകുന്ന ഒരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ.